ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലീനിങ്ങും കുറേ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ചത്തോളമായിട്ടോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ എല്ലിൻ്റെ റൂമാണ്. ഫുൾ അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഡ്രസ്സാണെങ്കിലും എല്ലാം വാഷ് ചെയ്ത് ചുമ്മാ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെയൊക്കെ എല്ലാ സാധനങ്ങളും വേസ്റ്റ് തുണി ഇടുന്ന ബക്കറ്റും എല്ലാം ഇങ്ങനെ അലങ്കോലമാക്കി എൽഡിനായിട്ട് തന്നെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സൈഡായിട്ട് ഇങ്ങനെ മടക്കി കാരണം ഈസ്റ്ററൊക്കെ വരികയല്ലേ, അപ്പോൾ എല്ലാം ഇങ്ങനെ പതുക്കെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ കുറേ തുണിയുണ്ട് കേട്ടോ. എനിക്കൊന്നൊരു 2 ആഴ്ചത്തെ തുണിയോളം ഉണ്ട്. എല്ലാം എടുത്ത് കുന്നുകൂട്ടി ഇടും. പിന്നെ അതിൽ നിന്ന് എല്ലാവരും എടുത്ത് ഇടുക കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല മടിയുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടേക്കായി. അപ്പോൾ അത് കാരണം തന്നെ കുറേ തുണി ഇങ്ങനെ കുന്നുകൂടി കിടക്കുക കേട്ടോ. അപ്പോൾ ഈ റൂമിൽ സീലിംഗ് ഫാൻ ഉണ്ടെങ്കിലും ആ ഫാൻ കറങ്ങില്ല, അടിച്ചു പോയി. എന്തെങ്കിലും ചെറിയൊരു മഴ വന്നാൽ മതി, അപ്പം തന്നെ ഇവിടുത്തെ ഫാനെല്ലാം വീട്ടിലത്തെ ഫാനൊക്കെ മിക്കവാറും തന്നെ അടിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ റൂമിലത്തെ ഫാനും എ സിയും ഒക്കെ പണി കിട്ടി. അങ്ങനെ ഈ ഒരു ഫാൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കപ്പാസിറ്റർ കേടായിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ശരിക്കും ഇത് ആട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രം അത് കറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ റൂമിലുള്ള ഫാൻ എടുത്തുകൊണ്ട് വന്നു. കാരണം ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല കേട്ടോ. കാരണം എയർ ഹോളാണെങ്കിൽ പകുതിയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റൂമിലൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഫാന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ തുണി മടക്കി വെച്ചതേ ഉള്ളൂ കേട്ടോ, തിരിച്ചെടുത്ത് അലമാരയിലോട്ട് വെച്ചില്ല. കാരണം നമ്മൾ സിയാൻകുട്ടം വരുന്നതിന് മുമ്പേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ഒരു ദിവസം ഒരു 3 റൂമൊക്കെ ഞാൻ അടിച്ച് വരുള്ളൂ കേട്ടോ. കാരണം എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കങ്ങ് വയ്യാതാവും. കാരണം നമ്മൾ സിയാനൊക്കെ സ്കൂളിൽ വിടുന്നത് കുറച്ച് നേരമൊക്കെ നമുക്കും അങ്ങ് റെസ്റ്റ് എടുത്ത് ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മളും കൊച്ചിനെ സ്കൂളിൽ വിടുന്നത്. കാരണം നമുക്ക് ഫുൾ ടൈം അങ്ങനെ എൻ്റർടൈൻ ചെയ്ത് കൊച്ചിനെ ഇരുത്താനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം സിയാൻ സ്കൂളിൽ പോകുന്ന സമയത്താണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മറ്റേ ബിഗ് ബോസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം നല്ല സൗണ്ടിൽ ആക്കി വെച്ചിട്ട് ഞാനിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂമും അതേപോലെ ഫ്രണ്ട് റൂമും ഡൈനിങ് റൂമും ഞാൻ മാക്സിമം എല്ലാ ദിവസവും ക്ലീൻ ചെയ്തിടാറുണ്ട് കേട്ടോ. കാരണം അവിടേക്കാണ് സിയാൻ മെയിനായിട്ട് കിടന്ന് നിരങ്ങുന്നത്. അപ്പോൾ ഞാൻ അത് ഇച്ചിരി ഒന്ന് നീറ്റാക്കി തന്നെ ഇടാനായിട്ട് നോക്കും. അതേപോലെ തന്നെ ആൾക്കാർ വരുന്നതാണല്ലോ, ആരെങ്കിലുമൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നീറ്റാക്കി ഇടും. മാക്സിമം സാധനങ്ങൾ, കളിപ്പാട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ അവിടെ വെക്കാതിരിക്കാനായിട്ട് ഞാൻ നോക്കാറുണ്ട് കേട്ടോ. പക്ഷേ സിയാൻ്റെ വണ്ടിയൊക്കെ ഉള്ള കാരണം ഒരു രക്ഷയില്ല, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ അത് കാരണം അവൻ്റെ ആ കാറ് ഞാൻ അവിടെ കൊണ്ട് വെക്കും. കാറും അവൻ്റെ ഒരു സൈക്കിളുണ്ട്, അത് മാത്രം അവിടെ കൊണ്ട് ഞാൻ വെക്കത്തുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ ഒതുക്കി പറക്കി കളിപ്പാട്ടൊക്കെ എടുത്ത് ഞാൻ വെക്കൂട്ടോ. ഇങ്ങനെ പുറത്ത് എടുക്കാനായിട്ടൊന്നും ഞാൻ സമ്മതിക്കാറില്ല കേട്ടോ. റൂമിൻ്റെ അകത്ത് ഇരുന്ന് കളിക്കുക എന്നല്ലാണ്ട് അതൊന്നും എടുത്ത് ഞാൻ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ വെക്കാറ് കേട്ടോ. കാരണം എപ്പോഴേ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തേക്കും ഗസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഒരുപാട് കളിപ്പാട്ടൊന്നും എടുത്ത് വെക്കത്തില്ല, മാക്സിമം ഒതുക്കി വെക്കാനായിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അയാളുടെ. അത് വന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് കാരണം എനിക്ക് പകുതിക്ക് വെച്ച് ഞാൻ നിർത്തേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ തൂപ്പെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ റൂമും ഞാൻ തുടച്ചു കേട്ടോ. ഞാൻ തൂത്ത് വാരിയ റൂമെല്ലാം ഞാൻ തുടച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനം കേട്ടോ. അപ്പോൾ എൽഡിന് ഭയങ്കര ഇങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരും കേട്ടോ കുറേയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിയാൻകുട്ടിന് ഇച്ചിരി പാല് ഞാൻ മാറ്റി വെക്കും കേട്ടോ. നന്നായിട്ട് വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അവന് മാത്രം ഇച്ചിരി ഒരു പാല് മാറ്റി വെച്ചിട്ട് അതിന് നന്നായിട്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ. അവനിപ്പോഴും മറ്റേ പൊടിപ്പാൽ മേടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ഒരു ഗുണവും ഇല്ലല്ലോ, നമ്മൾ ഫോർമുല മിൽക്ക് മേടിക്കുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി പാല് കൊടുത്ത് നോക്കാം എങ്ങനെ അവന് ചേഞ്ച് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നമുക്കറിയണ്ടേ. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇച്ചിരി മഞ്ഞൾ ഞാൻ ചേർക്കും കേട്ടോ. ഒരു പൊട്ടിക്ക് ചേർക്കുള്ളൂ. ഇതിപ്പോൾ അറിയാണ്ട് വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. ഇതിനും കുറവായിട്ടാണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടും കേട്ടോ. അപ്പോൾ അവന് വലിയ കുഴപ്പമില്ലാണ്ട് അവൻ കഴിക്കും കേട്ടോ. വലിയ ഇഷ്ടമൊന്നും അല്ല, എന്നാലും അവൻ ആ കളിയിൽ അങ്ങനെ കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ചെറിയ ഗ്ലാസ്സിലാണ് അവൻ്റെ ഗ്ലാസ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ജസ്റ്റ് ഇതേ ജ്യൂസ് കുടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പോഴേക്ക് ഇതേ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൻ വലിയ സന്തോഷത്തില്ല. ഇതിപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് യൂണിഫോമൊക്കെ അഴിച്ചതിൻ്റെ കോലം കേട്ടോ ഇത്.
അപ്പോൾ അതിൻ്റെ പാമ്പറൊക്കെ ഫില്ലായിട്ടുണ്ടെന്ന്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ ക്ലോത്ത് ഡൈപ്പറാട്ടോ യൂസ് ചെയ്യുന്നത്. സൂപ്പർ ബോട്ടത്തിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം പാമ്പർ കത്തിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ടാണെങ്കിലും ഭയങ്കര പാടാട്ടോ. അപ്പോൾ സിയാനാണെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് യൂറിൻ പാസ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് കാരണം വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ക്ലോത്ത് ഡൈപ്പർ മേടിച്ചു കേട്ടോ. കുറച്ച് കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ, എന്നാലും കുഴപ്പമില്ലാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതെല്ലാം എടുത്ത് അലമാര വെക്കലാണ് ഇനി നെക്സ്റ്റ് ജോലി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കലിയുള്ളൊരു സംഭവം കേട്ടോ. കാരണം മടക്കി വെക്കാൻ എനിക്ക് വലിയ പ്രശ്നമില്ല. ഇതെല്ലാം അലമാര വെക്കാൻ എടുക്കണം. അലമാരയിൽ ഒട്ടും സ്ഥലമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ എൻ്റെ ആണെങ്കിലും എൽഡിൻ്റെ ആണെങ്കിലും ഒക്കെ പഴയ ഡ്രസ്സ് ഒരുപാട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഇതൊക്കെ ആർക്കെങ്കിലും കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ആർക്കും വേണ്ട. നമ്മൾ കൊടുക്കാൻ പോകുമ്പോഴേക്ക് എല്ലാവരും അതിൽ നിന്നും ഇങ്ങനെ സോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ആ സാധനം പിന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ ബെഡൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് BP നോക്കുന്ന മെഷീനാണ്. അമ്മയ്ക്ക് വേണ്ടി എൽഡിൻ്റെ ആൻറ്റി കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് എത്ര ഞാൻ ശരിയാക്കി വെച്ച് പോയാലും എൽഡിന് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും ഇവിടെ എല്ലാം അലങ്കോലമാക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മൈക്കും കാര്യങ്ങളൊക്കെയാണ് കുറേ നാളെ എടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ചത്തോളമായിട്ടോ. അപ്പോൾ അടുത്ത ദിവസം വന്നിട്ട് നമ്മുടെ പെസഹ വ്യാഴാഴ്ച കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് എന്തായാലും അടുത്ത ദിവസം തിരക്കായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് അടുക്കി പറക്കി വെക്കാം. കാരണം അന്നത്തെ ദിവസം പിന്നെ നമുക്ക് അടിച്ചു വരാനും തൂക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് നമ്മുടെ പുതിയതായിട്ട് തുടങ്ങിയ യൂട്യൂബേഴ്സൊക്കെ എൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂട്യൂബിനെ ബേസ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ എങ്ങനെയാണ് റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങിയോ, എന്തായി ചാനലിൻ്റെ കാര്യങ്ങൾ, എന്തായി, എങ്ങനെയൊക്കെയാണ് വീഡിയോ ഇടേണ്ടതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് വരാറുണ്ട്. ഏത് ആപ്പൊക്കെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ച ഒരു 5000 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഒരു വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു Q&A പോലെ, അല്ലെങ്കിൽ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടൊരു ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ. ഞങ്ങളൊരു വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. പക്ഷേ അതിൻ്റെ എന്തോ ഓഡിയോയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ അത് ഇടാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ അതിനൊരു വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ പെസഹപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മൾ ഈ ഉണ്ടാക്കുന്ന അപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അടുപ്പത്തായിരുന്നു കേട്ടോ. ചൂട് കൊണ്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടും ഒക്കെ കൂടെ ആയിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നൊക്കെ ഞാൻ വേഗം ഫോൺ കൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് വെന്തുരുകുമായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ചൂട്. ഈ അടുപ്പത്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു സൈഡ് കൂടി പുകയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ശരിക്കും അങ്ങ് ക്ഷീണിച്ചു പോട്ടെ. പിറ്റേ ദിവസം എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയില്ല. അപ്പോൾ പിറ്റേന്ന് പള്ളി പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ എത്രയും നേരത്തെ ഉറങ്ങണം, ബിഗ് ബോസ് കാണണം, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് എങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കി കേട്ടോ. വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകം മനുഷ്യനാരും ദിവസമില്ലാത്ത സന്തോഷങ്ങളിൽ ഞങ്ങൾ വീണ്ടും വിശുദ്ധപ്പെട്ട കുറിച്ച് നടിച്ചിട്ടുണ്ട്. ഒന്നാം ദിവസം പിതാവിന്റെ Amin.
കിട്ടിയാ ചേനെ അമ്മ തിന്നേ. ഓ എനിക്ക് നല്ല നാളുണ്ട് ഇവിടെ അല്ലേ? ഓ